ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഇല്ല, പക്ഷെ അനീഷിന് സ്ക്രിപ്റ്റ് ഉണ്ട്. അനീഷ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത്. ശരത് എന്ന് പറയുന്ന ആളിനെ എപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അനീഷിനെതിരെ വഴക്കിടാനായിട്ട്, അല്ലെങ്കിൽ അക്ബറിന്റെ ജബീൽ കുശുകുശിക്കാനായിട്ട്. അനീഷിനെ ശരിക്കും എങ്ങനെയാണ് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് പറ്റിയ ഒരു ഏരിയല്ലോ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പുറത്തും എല്ലാവരും ഒരേപോലെ ചീത്ത വിളിച്ചിരുന്ന ആളായിരുന്നു രേണു സുധി. അതിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അണ്ടർ റേറ്റഡ് ഗെയിമർ ആരാ? അത് ഈ പറഞ്ഞ പേര് തന്നെ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു. അവരുടെ പേര് തന്നെ പറയാൻ എനിക്കാണ് കേട്ടു. അവിടെ ഒരു ടാസ്കിന്റെ ലെറ്റർ വായിച്ചാൽ 7 പ്രാവശ്യം വായിച്ചാലും മനസ്സിലാവത്തില്ല. അക്ബറും രേണു സുധിയും തമ്മില് മ്ലേച്ഛമായ അനുമോളും ശൈത്യം രണ്ടും കള്ളികളാണെന്ന് പിന്നെ മനസ്സിലായില്ലേ? ചാടി നടക്കും, എന്തെങ്കിലും പൊട്ടത്തരം പറയും, എന്നിട്ട് കരയും. അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകരുണ്ടെന്നുള്ളൊരു ധാരണയും ഒരു ധാർഷ്ട്യവും ഒക്കെ അനുമോൾക്കുണ്ടായിരുന്നു. എനിക്ക് ചെറിയ കുത്തിത്തിരിപ്പിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്. ഒരു 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 താറാവിനെ പോലത്തെ ഒരു വേഷമാണ് മൊത്തത്തിൽ. ചെറിയ സൈസും ഒരു ചെറിയൊരു തമാശ പോലെ. ഏത് നഴ്സറി സ്കൂളിലാണ് പഠിക്കുന്നത്? പൾസ് പോളിയൊക്കെ എടുത്തായിരുന്നു എന്ന് ചോദിച്ചു. നമ്മൾ അറിയുന്നില്ല അത് അവരവിടുത്തെ മൂത്തുമ്മയാണെന്ന്. അതെടുത്ത് പ്രയോഗിച്ചു. അത്ര ഒരു സെക്കൻഡ് വീക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ആ 2 സാധനം കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. എന്നെ ഏറെക്കുറെ കുറച്ച് ആളുകൾ മനസ്സിലാക്കുന്നു. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് നമ്മളോടൊപ്പം രഞ്ജിത്ത് ഏട്ടനാണുള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ശരിക്കും മാധ്യമലോകത്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ്, ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അത് വേറെ തന്നെ രീതിയിൽ ലൈഫിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നാ വിചാരിച്ചത്. ഈ ശരിക്കും പറഞ്ഞാൽ വേറൊരു കൈൻഡ് ഓഫ് ഓഡിയൻസിലേക്ക് ഇവിടെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങായിരുന്നല്ലോ ബിഗ് ബോസ്. എങ്ങനെയായിരുന്നു ഈ ജീവിതത്തിൽ ഈ ഒരാഴ്ച ശരിക്കും സെൽഫ് ആക്സസ് ചെയ്യുമ്പോൾ? ഞാൻ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. വളരെ ആക്റ്റീവായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു അവിടെ. പക്ഷേ ആ എൻജോയ്മെൻറ്റ് എത്രമാത്രം പ്രേക്ഷകരിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിലേക്ക് മാത്രമേ ഉള്ളൂ സംശയം. ഞാൻ എൻജോയ് ചെയ്യായിരുന്നു 1 വീക്ക്. ശരിക്കും പറഞ്ഞാൽ അത് എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ, 1 വീക്ക് ആണെങ്കിൽ പോലും. ഈ ആ ലെറ്റർ ഭയങ്കര ഇമോഷണലായി എല്ലാവർക്കും, ഹൗസിലുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായ പോലെ ഞങ്ങൾക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ ലെറ്റർ എഴുതാൻ തോന്നി? ഞാൻ അവിടെ പോകുന്ന ആർക്കെങ്കിലും പരാതി പറയാൻ വേണ്ടിയിട്ടോ ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടോ അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടോ അല്ലല്ലോ. നമ്മളവിടെ പോകുന്നത് നമ്മളുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിനേക്കാൾ മുകളിലാണ് എന്ന് ബോധ്യപ്പെടുത്താനും അത് 100 ദിവസം അവിടെ നിൽക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനിടയിൽ എനിക്ക് ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ വെറും ബാലിശമായിട്ട് എനിക്ക് കാണാൻ കഴിയും. അയാളെന്നെ പിച്ചി നുള്ളി എന്നൊക്കെ പറയാൻ. അതല്ലെങ്കിൽ തന്നെ അതിന് തക്കതായ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ, ഒരാൾ എന്നെ ആക്രമിക്കാൻ വന്നു, അല്ലെങ്കിൽ എന്നെ മോശമായ ഒരു പദപ്രയോഗം നടത്തി, അങ്ങനൊരു ഇഷ്യൂ വന്നത് കൂടിയില്ല. പിന്നെ ബാക്കിയെല്ലാം വെറും ബാലിശമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, അവിടെ എല്ലാവരും അന്ന് പരാതി പറയാൻ സാധ്യതയുള്ള ഒരു പേര് മിസ്റ്റർ അനീഷാണ്. ആ വീക്കിൽ അയാളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇഷ്യൂസും. അപ്പോൾ എല്ലാവരും അയാളെ തന്നെ ആയിരിക്കും പറയുക. അപ്പോൾ ലാൽ സാർ വന്നിട്ട് പറയും, അനീഷ് ഇതിന് മറുപടി പറയും, അനീഷ് ഇതിന് മറുപടി. അപ്പോഴെല്ലാം പുള്ളി എഴുന്നേറ്റിരിക്കും. അപ്പോൾ അത്രയും സ്പേസ് ഞാനും കൂടെ കൊടുക്കണോ? അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പരാതികളൊന്നും തന്നെയില്ല. പക്ഷേ ഞാനത് നമ്മൾ എഴുതി ഞാനത് വായിച്ചാൽ എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതികളൊന്നുമില്ല. ഇങ്ങനെ ആയിരിക്കും വായിക്കുന്നത്. പുള്ളിക്കാരൻ വായിച്ചപ്പോൾ എനിക്ക് ലാൽ സാറിനോട് പറയാൻ മാത്രം പരാതികളൊന്നും തന്നെ ഇല്ല. എന്ത് മനോഹരമായ ഒരു പരാതിയാണിത് എന്ന് പറയുമ്പോൾ അതാരാണ് പറയുന്നത്? ഇതിഹാസ നടൻ മോഹൻലാൽ. ആ ശബ്ദത്തിൽ പ്രേക്ഷകർ കേട്ടപ്പോഴാണ് അതിനൊരു മനോഹാരിത ഉണ്ടായത്. ഈ എവിക്റ്റായി കഴിഞ്ഞപ്പോഴായിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം എവിക്റ്റാക്കേണ്ട കുറേ മെസ്സേജുകൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ എന്താ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മെസ്സേജ് ഏതായിരുന്നു? ഒരുപാട് പേര് നല്ല മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ അങ്ങനെയൊക്കെ ഒരാളിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം തോന്നി. കാരണം ശരിയാണ്, ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു കത്ത് എഴുതി എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ കമൻറ്റുകൾ വായിക്കുമ്പോൾ എന്നെ കണ്ടിട്ടുള്ളവരൊന്നുമല്ല, എന്നെ അറിയാവുന്നവരുമല്ല. രീതി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എഴുതുമ്പോൾ അത് കേൾക്കാൻ ആർക്കും ആഗ്രഹമില്ലാതെ അങ്ങനെ ഒരു കേൾക്കാൻ. നമ്മൾ എന്ത് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും നല്ലവനാണെന്ന് കേൾക്കാനല്ല എല്ലാവരും ആഗ്രഹം. അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷം തന്നെയാണ് തോന്നിയത്. പിന്നെ ഞാനിപ്പോഴും തമാശക്ക് പറയാം, അത് തെറ്റിദ്ധാരണയാണ്. പിന്നെ നല്ല തെറ്റിദ്ധാരണ ആയതുകൊണ്ട് അതവിടെ കിടക്കട്ടെ ഞാൻ വിചാരിച്ചു. ഈ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ പ്രഷർ ഗെയിമാണ്. അതായത് നമ്മളൊരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലേക്ക് നമ്മളെടുത്തിരുന്നു, നമ്മളോട് കളിക്കാൻ പറയുന്നു, പല പല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഈ
ഇറങ്ങി കഴിഞ്ഞപ്പോ ബിഗ് ബോസ് എന്നൊരു ഗെയിമിനെ ശരിക്കും എങ്ങനെ വിലയിരുത്തണം? അതിനുള്ളിൽ പോയ ആളെന്ന നിലയ്ക്ക് പല മുഖങ്ങൾ അവിടെ കണ്ടു, പല മുഖങ്ങളായിട്ട് സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി. എങ്ങനെ ആസ് എ ഗെയിമർ ആ ഗെയിമിനെ നിരീക്ഷിക്കും? ബിഗ് ബോസിനെ ഞാൻ ബിഗ് ബോക്സ് എന്ന് പറയുമായിരുന്നു. ഒരു ബിഗ് ബോക്സ് ആണ്. ആ ബോക്സിൽ ഈ പറഞ്ഞ കുക്കർ എന്ന് പറയുന്നത്. പക്ഷേ ആ ബോക്സിനുള്ളിൽ ശരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ട് 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ എവിക്ഷനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോഴോ എല്ലാവരുടെയും പേര് പോലും കൃത്യമായിട്ട് തമ്മിൽ അറിയില്ല. പലർക്കും പേര് ഇങ്ങനെ ഇതിൽ നമ്മുടെ ആ ബെൽറ്റിൽ നോക്കണം പേരെന്താണെന്ന്. അങ്ങനെയായിരുന്നു. അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സമയവും ഈ അനീഷ് എന്ന് പറയുന്ന ആളിന്റെ അയാൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിൽ മുങ്ങിയാണ് പോയത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇൻഡിവിജ്വലായിട്ടൊന്നും ഓരോരുത്തരൊന്നും പരിചയപ്പെടാനോ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അതായത് ആക്ച്വലി ഒരു ഗെയിമിലേക്ക് പോയില്ല. അവിടെ ആ 1 വീക്ക് ഫസ്റ്റ് വീക്കിൽ ഗെയിം ഉണ്ടാക്കിയ ആൾ അനീഷ് തന്നെയാണ്. അതായത് ഗെയിം ഉണ്ടാകണം, ഗെയിം ഫസ്റ്റ് മിനിറ്റിൽ തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ച് വന്നിട്ടുള്ള അയാൾ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ഗെയിമിനെ കുറിച്ച് മനസ്സിലാക്കാൻ അതൊരു ബോംബാണ്, നമ്മളത് എപ്പോഴും സൂക്ഷിക്കേണ്ടതാണെന്നോ ഉള്ള തരത്തിലേക്ക് എത്തുന്ന ഒരു സംഭവം വന്നില്ല. അതായത് നമ്മൾ ഒരു ഓട്ട മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിൽക്കുന്ന അവസ്ഥയേ ഉള്ളൂ. വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലെത്തി. അനീഷിനെ ശരിക്കും എങ്ങനെയാ നിരീക്ഷിക്കുമ്പോ തോന്നുന്നത്? അനീഷ് ശരിക്കും റിയൽ മനുഷ്യനതൊന്നും അല്ല. അയാൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സ്വഭാവം മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു റിയൽ മനുഷ്യൻ ഇങ്ങനെ ആയിരിക്കില്ല. മറ്റുള്ളവരോട് സംസാരിക്കാതെ, മറ്റുള്ളവരടുത്ത് മുഖത്ത് നോക്കാതെ, വെറും റോബോട്ടിനെ പോലെ ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവത്തില്ല. അയാൾ അങ്ങനെ ആയിരിക്കില്ല. ഇയാൾ ഇതിന് വേണ്ടിയിട്ട് അപ്പം ശരിക്കും അയാൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് അവിടെ അഭിനയിക്കാൻ വന്നു. നമ്മൾ അഭിനയം തൊഴിലാക്കിയിട്ട് അവിടെ ജീവിക്കാൻ അത് ഭയങ്കര ഒരു വലിയൊരു ഫാക്ടർ കൂടെയുള്ള. കാരണം ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ട് ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലുണ്ട്. അവർക്ക് പൊതുവെ ആളുകൾക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ ഇവർക്ക്. ഇപ്പൊ ചേട്ടനാണെങ്കിലും നമുക്ക് മുൻഷിലൂടെ ഒരുപാട് വർഷമായിട്ട് അറിയാം, ശരത്തിനെ അറിയാം, ഷാനവാസിനെ അറിയാം, അനുമോൾ അറിയാം. ഈ അറിയുന്നവരും അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയവരും അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ പൊതുവെ ഉണ്ടാവാറുണ്ട്. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് അനീഷ് അതാണ് ഉപയോഗിച്ചത്. അനീഷിന് ഞങ്ങളെ ആരെയും അറിയത്തില്ല, പേഴ്സണലി അറിയത്തില്ല. ടി വിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയാമെന്നെങ്കിലും പേഴ്സണലി അറിയത്തില്ല. അപ്പൊ അയാൾക്ക് ആരോടും ഷൗട്ട് ചെയ്യാം, ആരോടും ആക്രോശിക്കാം. എനിക്ക് ഷാനവാസിനോട് ആക്രോശിക്കാൻ പറ്റുമോ? അനുവിനോട് പറ്റുമോ? ശരത്തിന്റെ അടുത്ത് പറ്റുമോ? സരികയുടെ അടുത്ത് പറ്റുമോ? അക്ബറിന്റെ അടുത്ത് പറ്റുമോ? ഇവരെല്ലാം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അതിനുള്ള റീസൺ വേണം. പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരാളിനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള അതിനുള്ള സിറ്റുവേഷൻ ഇല്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഞാനും നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് തോന്നുന്നവർ പിന്നെ എല്ലാം അങ്ങനെയുള്ളവരല്ലല്ലോ ബാക്കിയുള്ളവർ. അപ്പൊ അതുകൊണ്ട് അനീഷിന് അത് ഗുണം ചെയ്തു. പരിചയമില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ആരെ കണ്ടാലും പറയാം. നിങ്ങൾക്കപ്പോ ഈ സംശയിച്ചില്ല ഇയാൾക്ക് ആർക്കും പരിചയമില്ലാത്ത എന്നുള്ളൊരു സാധനം? അല്ല, ഇയാളാണ് അത് ആദ്യ ദിവസം മുതൽ തന്നെ, അയാൾ വന്ന് കയറിയപ്പോൾ മുതൽ തന്നെ അതിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ്. ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ അതല്ലാതെ വേറെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂയോ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ നമ്മൾ പുറത്ത് കണ്ടോ? അനീഷിനെ ചുറ്റിപ്പറ്റി അത് അനീഷ് ഒരു വേളം വയ്ക്കുമ്പോൾ ശരത്ത് കയറി ഏറ്റുപിടിക്കും. അതിൻ്റെ കൂടെ അക്ബറും കൂടെ ചേരും, അഭിലാഷ് കൂടെ ചേരും, പിന്നെ ഷാനവാസ് വരും, പിന്നെ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ വരും, പിന്നെ അതിനെ സമരസപ്പെടുത്താനായിട്ട് പിന്നെ കുറച്ച് ചർച്ചകൾ. അങ്ങനെയല്ലേ എപ്പോഴും സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അവിടത്തേക്ക് അനീഷ് വരിക അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചു. വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഇടപെടുത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ ചുറ്റിപ്പറ്റിയ കാര്യങ്ങളെല്ലാം പോയത് അയാൾ തന്നെയാണ് ആ വീക്ക് കൊണ്ടുപോയത്. ഈ പണിപ്പുര ടാസ്കിലേക്കൊക്കെ വരുമ്പോഴേ ഭയങ്കര ട്രിക്കി ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതേസമയം ഈ കോസ്റ്റ്യൂംസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം പ്രോപ്പർട്ടീസ് നിങ്ങൾ ആഗ്രഹിച്ച് പെട്ടി പാക്ക് ചെയ്തൊന്നും അവിടെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നുണ്ട്. ശരിക്കും ഈ പണിപ്പുര വൃത്തിക്ക് ഉപയോഗിച്ച് വരുന്നതിന് മുമ്പ് പുറത്തായല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ 100 ദിവസത്തേക്കുള്ള ഡ്രസ്സും കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ അത്രയും ദിവസത്തെ ഡ്രസ്സും പാക്ക് ചെയ്ത് അതും നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് അവർ ഇഷ്ടമുള്ളതാണ്. അത് നമ്മളൊക്കെ ഒരു സ്യൂട്ടബിൾ ആയിട്ടോ അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പൊ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആവുന്നത്. അപ്പോൾ അതൊന്നും ധരിക്കാൻ പറ്റാതെ അതേപോലെ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക എന്ന് പറയുമ്പോഴത്തേന് അതൊരു വിഷമമുള്ള കാര്യമല്ലേ. ഒരു ഷൂവോ ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തിന് ഒന്ന് ഷേവ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ചെന്നിട്ട് നമ്മുടെ കോലം മാറിപ്പോയില്ലേ. പിന്നെ അതിന്റെ കുറച്ചൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ രൂപം ഒന്ന് മാറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. ശരിക്കും അതിൻ്റെ ഉള്ളില് ഈ ഭക്ഷണത്തിന് ഭയങ്കര പ്രശ്നമുണ്ട്. ആ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ ലാവിഷായിട്ടൊന്നും വരും. നമ്മൾ ചെല്ലുന്ന ദിവസം ഒക്കെ അവിടെ ഫുഡ് ആവശ്യം പോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. പുറത്തുനിന്നുള്ള ഭക്ഷണം അത് നമുക്ക് കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ കൃത്യം തരുന്നത്. അതുകൊണ്ട് ഒരാഴ്ച നമ്മൾ തയ്ക്കണം.
അപ്പം ഞങ്ങൾ പോയ ഫസ്റ്റ് വീക്ക് ഞങ്ങളത് കൃത്യം അളവിൽ എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ലാവിഷായിട്ട് കിട്ടത്തില്ല, ലിമിറ്റായിട്ട് എല്ലാവർക്കും. പിന്നെ ഇടയ്ക്ക് ഒരു വിശപ്പ് വന്നാലും എന്തായാലും ഫില്ല് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി. സെക്കൻഡ് വീക്കിലെ കഥകളും നമുക്ക് അറിഞ്ഞൂടല്ലോ അവിടെ എന്തുകൊണ്ട് മിച്ചമുണ്ടെന്ന് പറയും. ഈ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത്, ഈ ക്യാപ്റ്റൻ ആയത് ഒരു ഭയങ്കരമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു അനീഷ് ക്യാപ്റ്റൻ ആവും എന്നുള്ള ഇവഞ്ച്വലി. ശരിക്കും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയി. രഞ്ജിത്തേട്ടൻ സർപ്രൈസ് ആയി? പിന്നെ തീർച്ചയായിട്ടും. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരാൾ ഒരു ലീഡർ ആകാന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് ലീഡർ. അനീഷിന് ആരെയും സ്വാധീനിക്കാൻ കഴിയത്തില്ല. അനീഷ് പറയുന്ന ആരും കേൾക്കത്തുമില്ല, നമ്മൾ പറയുന്ന അനീഷ് കേൾക്കത്തുമില്ല. അപ്പം അങ്ങനെ ഒരാളെങ്ങനെ ലീഡർ ആകും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ആവരുതെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെയാണ് ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ അത് ബിഗ് ബോസ് എങ്ങനെ ആ ഷോ എങ്ങനെ കൊണ്ടുപോകണമെന്നും ആരൊക്കെ ആവണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിലൂടെയാണ് ബിഗ് ബോസ് ഷോ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങളായി ഇത്രയും ഭാഷകളിൽ ഈ ഷോ കൂടുതൽ ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ പേരിലേക്ക് എത്തി അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അനീഷിനെ ക്യാപ്റ്റൻ ആക്കണം എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ടാസ്ക് കൊടുത്താൽ മതി. ആരാണ് വേണ്ടാത്തതെന്ന് തീരുമാനിക്കാൻ പറഞ്ഞാൽ എല്ലാവരും അനീഷിനെ പറയുള്ളൂ. അപ്പോൾ സ്വാഭാവികം അനീഷിനെ തന്നെ പറഞ്ഞു, അനീഷ് വന്നു. അതുപോലെ തന്നെയാണ് അടുത്ത ക്യാപ്റ്റൻ ആരാകണം എന്നുള്ളതും കൃത്യമായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടാസ്ക് ആയിരിക്കും വരിക. സിമ്പിളാണ്. അങ്ങനെയാണ് ആ ഷോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് കാരണം ആരായാലാണ് അവിടെ ഗുണം കിട്ടുക. അനീഷ് ആയെങ്കിലേ അവിടെ ചർച്ച വരുള്ളൂ. ഷോ ചർച്ച ചെയ്യപ്പെടണം. പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ നല്ല ചർച്ചയാവണം. അകത്തും അതൊരു ചർച്ചയാവണം. അകത്ത് ചർച്ചയാകുമ്പോഴല്ലേ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുള്ളൂ. അതാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ആ ഷോ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ആ നദി എങ്ങോട്ട് ഒഴുകി പോകണം എന്ന് അറിയാതെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ബുദ്ധിയുള്ള ആളുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഒരു നല്ല ടീം ഉള്ളത് കൊണ്ടാണ് ആ ഷോ അങ്ങനെ പോകണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഷോയ്ക്കാണ് പ്രധാനം. അവിടെ രഞ്ജിത്തോ അനീഷോ ഷാനവാസോ അല്ല. ഈ മലയാളം വായിക്കാൻ മലയാളത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് ജിസൈലിന്റെ കാര്യത്തിൽ മലയാളം ചർച്ചകൾ ഭയങ്കര ഒരു സൈഡിൽ ഭയങ്കര ഇതാവുന്നു. പലർക്കും മലയാളം വായിക്കാൻ അറിയില്ല, ഒരു വിഭാഗത്തിന് അറിയാത്ത പോലെ വരുന്നു. സംസാരിക്കുന്നത് പോലെ മലയാളം തെറ്റായിട്ട് വരുന്നു, അല്ലെങ്കിൽ മലയാളം അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ശരിക്കും മലയാളത്തിന് എത്രത്തോളം പ്രാധാന്യം ഹൗസിന്റെ ഉള്ളിലുണ്ട്? മലയാളം നമ്മുടെ സമൂഹത്തിൽ സാധാരണ ഉള്ളതുപോലെ തന്നെയുള്ളൂ. എല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളം. ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്, ജിസലിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ജിസൽ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയാറുണ്ട്. അതെന്ന് പറഞ്ഞാലേ നമ്മൾ മലയാളം ഭാഷയിൽ നമുക്ക് അത്യാവശ്യം സംസാരിക്കാൻ അറിയാം, അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് അറിയാവുന്നതുകൊണ്ട് ഞാൻ മലയാള ഭാഷ കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ പലരും. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നവർ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും, ഹിന്ദി സംസാരിക്കുന്നുണ്ട്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഗിസലിന് മലയാളം അറിഞ്ഞുകൂടാ, അവർ മലയാള നാട്ടിൽ വളർന്നിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ മലയാളത്തിൽ തന്നെ പഠിച്ച് മലയാളം അറിയാവുന്ന എത്ര പേർക്ക് അവിടെ കൃത്യമായിട്ട് മലയാളം വായിക്കാൻ അറിയാവുന്ന, വായിക്കാൻ കൊടുക്കുമ്പോഴേ അറിയാവും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ 31 ഓറഞ്ച് ഉണ്ടായിരുന്നു. അതിൽ എല്ലാവർക്കും 18 ഓറഞ്ച്, എല്ലാവർക്കും ഓരോരുത്തർക്ക് 18 ഓറഞ്ച് തന്നു. ബാക്കി 14 ഓറഞ്ച് എവിടെയെന്നാണ് അവിടെ ചോദിച്ചത്. 31 18 പോയ 14 ആണോ? ആണോ? അല്ല. എത്ര? നീ പോയി കണക്ക് പഠിച്ചിട്ടോ? ബാക്കി 13 അപ്പോൾ അവിടെ നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് 13 ഓറഞ്ച് കാണേണ്ടടുത്ത് ചോദിക്കുന്നു, ബാക്കി 14 എവിടെയെന്നാണ് അവിടുത്തെ കണക്കപ്പിള്ളമാർ സംസാരിക്കുന്നത്. മലയാളത്തിൽ പഠിച്ച ഒരാളിന് 31 18 പോയാൽ 13 ആണെന്ന് അറിയാൻ മാത്രമുള്ള ഭാഷ അല്ലെങ്കിൽ കണക്കിൻ്റെ പരിജ്ഞാനം ഉള്ളവരാണ് അവിടെ വരുന്നത്. അത് സാമൂഹ്യ ബോധമല്ല, അത്ര ഒരു സാമൂഹ്യ വിജ്ഞാനം പൊതുവെ കുറവാണ് അവിടെ ഒരു ടാസ്കിന്റെ ലെറ്റർ വായിച്ചാൽ 7 പ്രാവശ്യം വായിച്ചാലും മനസ്സിലാവത്തില്ല. അല്ല, അത് ഇങ്ങനെ അനീഷിനെ ക്യാപ്റ്റനാക്കിയ ടാസ്കിൽ തന്നെ അത് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നുകൂടെ വായിച്ചേ, അവരവിടുന്ന് വായിക്കും. അല്ല, അതിൽ 7ാമത്തെ എന്താണ് വീണ്ടും വായിക്കും. ഒരു പ്രാവശ്യം ഞാൻ എഴുന്നേറ്റിടെ പൊട്ടന്മാർ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് അത് വിശദമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കും എന്നവിടെ നിന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് ശരിയാണ്, അതങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ അനീഷായിരുന്നു ഫസ്റ്റ് വീക്കിലെ കണ്ടന്റ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഇപ്പോൾ ശരത്താണെങ്കിലും അനുമോളാണെങ്കിലും ആ ജയിൽ ടാസ്ക് വന്നപ്പോഴാണെങ്കിലും അനീഷ് പിന്നാലെ നടന്ന് പറയാണ് എനിക്ക് ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്നതും അനീഷ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരിലേക്കും അനീഷിനെ എത്തിക്കാനുള്ള വഴിയും അനീഷിനെ ഏകദേശമൊക്കെ അറിയാം. ശരിക്കും ഈ എന്തുകൊണ്ടായിരിക്കും എല്ലാവരും അനീഷിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പോകും? ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡൊക്കെ കണ്ടോന്ന് അറിയില്ല, ഇന്നലെയും ഈ പറഞ്ഞ അനീഷിനായിരുന്നു അവിടെ കണ്ടന്റ് കൂടുതലുണ്ടായിരുന്നത്. ശരിക്കും എങ്ങനെ വിലയിരുത്തുന്ന അനീഷിന്റെ ഈ പ്രകടനവും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയും? അനീഷ് ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഇല്ല, പക്ഷെ അനീഷിന് സ്ക്രിപ്റ്റ് ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. അനീഷിന് മാത്രമാണ് സ്ക്രിപ്റ്റ് ഉള്ളത്, വേറെ ആർക്കും അങ്ങനെ കൃത്യമായൊരു സ്ക്രിപ്റ്റ് ഒന്നും പറയാനില്ല. എല്ലാവരും പറയാം അതെന്റെ ഗെയിമാന്ന് പറയാം. പക്ഷെ അത്
വരുന്നതനുസരിച്ചുള്ള ഒരു പ്ലേ മാത്രമേ ഉള്ളൂ പലരും കാണിക്കുന്നത്. അപ്പോൾ അനീഷ് മാത്രമാണ് ഇതിങ്ങനെയൊക്കെയാണ് ഇത് പോകേണ്ടത്. കാരണം അതിനകത്തൊന്നും മനസ്സിലാകും. ഇങ്ങനെ ഇങ്ങനെ നടക്കും, ഇങ്ങനെ നോക്കിയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല എങ്കിൽ, 1 മണിക്കൂറായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അനുക്കുട്ടി, അനുമോൾ താഴെ ഇറങ്ങി വരൂ, അനുമോൾ താഴെ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 25 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് അനുമോൾ വയലന്റ് ആവും. ഞാൻ എവിടെ മേളിൽ പോയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ഇഷ്യൂ ആയി. അത് കുറച്ച് സമയം അതിൻ്റെ പിന്നിൽ ശരത്തും കയറിയിട്ട് മറ്റേ ഒരു ബഹളമായി. അപ്പോൾ ഒരു കണ്ടന്റായി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നടക്കുകയാണ്. പുള്ളിക്ക് ഇരിക്കത്തില്ല, പുള്ളിക്ക് എന്തോ പരിവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും അടുത്തൊരു ഷാനവാസ് നീ ചതിയനാണ്, ഷാനവാസ് നീ അടുത്തെടുത്തിടും. അപ്പൊ ഇതൊക്കെ കൃത്യം പ്ലാനാണ്. മാത്രമല്ല ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് ഇയാൾ പുള്ളി 3-4 പേരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അവരുടെ അടുത്ത് മാത്രമേ അറ്റാക്ക് ഉള്ളൂ. എൻ്റെ അടുത്തില്ല, പിന്നെ ശാരിക എടുത്ത് ഇടയ്ക്കൊന്നും തുടങ്ങിയിരുന്നു. സരിക എടുത്തില്ല, വിന്നി എടുത്തില്ല, അങ്ങനെ കുറെ പേരുടെ അടുത്ത് പുള്ളി പോകത്തില്ല. വനീലിന്റെ അടുത്തില്ല. 3-4 പേര് പുള്ളിക്ക് നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള കളികളാണ്. ഫസ്റ്റ് തന്നെ വന്നപ്പോ ഒരു അനുമോളുടെ അടുത്ത് തന്നെ തുടങ്ങി തോന്നുന്നു. ഫസ്റ്റ് അനുമോളുടെ അടുത്ത് തുടങ്ങി. അത് ഇത്ര കണ്ടോന്ന് അറിയില്ല. അനുമോൾ അത് ഞാൻ ഇറങ്ങിയിട്ട് കണ്ടു. ഞാൻ ചെല്ലുമ്പോ അത് കഴിഞ്ഞു, ഇറങ്ങിയിട്ട് കണ്ടു എപ്പിസോഡ്. അത് കാരണം അനുമോളുടെ അടുത്തൊക്കെ അത് നടക്കും എന്ന് വിചാരിച്ചു. പിന്നെ പോകെ അനുമോൾ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അതും ഒരു കണ്ടന്റായി മാറുന്നത് കൊണ്ട് പുള്ളി അത് മുന്നോട്ട് കൊണ്ടുപോയി. അതാ ഞാൻ പറഞ്ഞത്, അയാൾക്ക് ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അയാൾ വന്നത്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പക്ഷെ അതിന്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ മാറി വരുന്നുണ്ട്. 3-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് കഥ മാറി. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം പുള്ളി വീണ്ടും സ്കോർ ചെയ്തു. പുള്ളി മിണ്ടാണ്ടിരുന്നു. ഈ അനുമോള് ആസ് എ ഗെയിമർ എങ്ങനെ നോക്കിക്കാണ്? കാരണം മുമ്പ് പരിചയമുള്ള ആളാണ്. ഉള്ളിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ആളുകൾ ഭയങ്കര എക്സ്പെക്ട് ചെയ്തൊരു ഗെയിമർ കൂടിയാണ്. കാരണം പുറത്ത് നല്ല പോപ്പുലർ ആയിട്ടുള്ള ആൾ കൂടിയാണ്. ശരിക്കും ഈ കരച്ചിൽ കാർഡിനെ കുറിച്ചിട്ടൊക്കെ അല്ല, അങ്ങനെ എക്സ്പെക്ട് ചെയ്ത ഗെയിമറൊന്നും അല്ല. അനുവിന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചാടി നടക്കും, എന്തെങ്കിലും പൊട്ടത്തരം പറയും, എന്നിട്ട് കരയും. അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരച്ചിലും അവിടെ നിന്ന് മനസ്സിൽ തോന്നുന്ന പുറത്ത് വിളിച്ച് പെട്ടെന്ന് പറയുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, അത് എത്രമാത്രം പ്രേക്ഷകർക്ക് ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ടെന്നുള്ളൊരു ധാരണയും ഒരു ധാർഷ്ട്യവും ഒക്കെ അനുമോൾക്കുണ്ടായിരുന്നു. ആ പ്രേക്ഷകർ കുറയുമോ എന്നുള്ളത് കണ്ടറിയണം. അത്രയേ ഉള്ളൂ. അനുവിന്റെ പ്രവർത്തനങ്ങളും. ഈ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ര പോപ്പുലർ അല്ലാത്തൊരു പഴഞ്ചൊല്ലുണ്ട്. നെഗറ്റീവ് ആയവർക്ക് ധൈര്യമായിട്ട് ഹൗസിനുള്ളിലേക്ക് കയറാം, പക്ഷെ എന്നാൽ പുറത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒരുപാട് നല്ല ഫാൻസ് ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഇത്. അപ്പൊ ഈ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പുറത്ത് എല്ലാവരും ഒരേപോലെ ചീത്ത വിളിച്ചിരുന്ന ആളായിരുന്നു രേണു സുധി, അല്ലെങ്കിൽ ഷാരികനെ പോലെ ഉള്ളൊരു കണ്ടസ്റ്റന്റ് ഒക്കെ. ശരിക്കും അങ്ങനെ ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതുവരെ ഇതിനു മുമ്പ് സംഭവിച്ചല്ല, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്നറിയാമോ, ശരി ഈ ദൂരെ നിന്ന് കണ്ടിട്ടാണ് ഓരോരുത്തർ നെഗറ്റീവ് പറയുന്നത്. അവരെന്താണെന്ന് ശരിക്കും അറിയത്തില്ല. ഇപ്പോൾ അജിനെ കുറിച്ച് ഞാൻ ദൂരെ നിന്നിട്ട് അവൻ എന്താണ് കാണിക്കുന്നതെന്ന് പറയും ചിലപ്പോൾ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പരിചയപ്പെട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചല്ലോ എന്ന് മനസ്സിലാവും. അതുപോലെയാണ് അവിടെ ഈ ശാരികയായാലും രേണു ആയാലും അവർ ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ടിനെ കണ്ടിട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നതും ചീത്ത വിളിക്കുന്നതും. പക്ഷെ ഞാൻ ഇന്നതാണെന്ന് കാണിക്കാനുള്ളൊരു വേദിയാണ് അവിടെ. അങ്ങനെ കാണിച്ചു വരുമ്പോൾ ഇയാളിൽ എന്തൊക്കെയോ നന്മകളുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ ആ നന്മകളിലേക്ക് ആളുകൾ മാറി ചിന്തിക്കും. അപ്പോൾ തിരിച്ച് അതുപോലെ വളരെ നന്മയായിട്ട് നിന്നവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേരെയായിട്ട് നെഗറ്റീവ് ആവുകയും വരും. അതാ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ദൂരെ നിന്നാണ്. ഇപ്പം എന്നെക്കുറിച്ച് ഞാനതാണ് പറയുന്നത്. ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഒരു അവസരം കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ പ്യൂർ സോൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി. ശരിക്കും അടുത്തിട വഴിക്ക് ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് ഒന്ന് ഒരുമിച്ചിരുന്ന് ചായ പിടിച്ച് കഴിഞ്ഞാൽ ഈ അഭിപ്രായമൊക്കെ മാറും എന്ന് പറഞ്ഞ പോലെയാണ്. അടുത്തറിയുമ്പോഴല്ലേ അത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഈ റന ഫാത്തിമയായിട്ട് ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒരു ചെറിയ കോൺവെർസേഷൻ ഉണ്ടായല്ലോ. ആ കോൺവെർസേഷൻ പിന്നീട് പുറത്ത് ഭയങ്കര വൈറലും ആയിരുന്നു. ശരിക്കും ആ കോൺവെർസേഷൻ എന്താ സംഭവിച്ചത്? ഞാനത് കുറേ പ്രാവശ്യം പറഞ്ഞു. എന്നാലും നമ്മളിപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട ഞാൻ 11ാമതാണ് കയറുന്നത്. അപ്പോൾ 10 പേര് എനിക്ക് മുമ്പ് അവിടെ ഉണ്ട്. 10ൽ ഒരാളായിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരിട്ടിരുന്ന ഒരു ഡ്രസ്സുമൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഫ്രോക്കൊക്കെ ഇട്ട് ഒരു താറാവിനെ പോലത്തെ ഒരു വേഷമാണ് മൊത്തത്തിൽ, ചെറിയ സൈസും. അവിടെ എനിക്ക് നമുക്കൊരു കൗതുകം തോന്നുന്നില്ല, ഒരു ക്യൂട്ട്നെസ്. നമ്മളെവിടെയെങ്കിലും ചെന്ന ഒരു വീട്ടിൽ ചെന്നാൽ ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു തമാശ പോലെ ഏത് നഴ്സറി സ്കൂളിലാണ് പഠിക്കുന്നത്, പൾസ് പോളിയൊക്കെ എടുത്തായിരുന്നു എന്നൊന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ അവരുടെ ഏജ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള തരത്തിൽ ഞാൻ പെരുമാറി. അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തരത്തിൽ. നമ്മൾ അറിയുന്നില്ല അത് അവരവിടുത്തെ മൂത്തുമ്മയാണെന്ന്, അവർ കുട്ടിയാണെന്നല്ലേ നമ്മൾ ധരിക്കുക. അതെടുത്ത് പ്രയോഗിച്ചു. അതിനുശേഷം
കാര്യമായി പിന്നെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഈ ജെൻസി എന്ന് പറയുമ്പോഴത്തേക്ക് 2K കിഡ്സിൻ്റെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ പിള്ളേർ എത്രമാത്രം നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരാണെന്ന് അറിയാമോ? ഒരു 15-16 വയസ്സുള്ളവരടുത്തൊക്കെ നമ്മൾ സംസാരിക്കണം, നമ്മൾ അന്തം വിട്ടു, നമ്മുടെ ചിന്തകളൊന്നും അല്ല അവരുടെ ചിന്തകൾ. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് അവരെ പ്രതികരിച്ച് അവിടെ വന്നിട്ട് അവർ ചുമ്മാ അവിടെ വന്നിട്ട് മൂത്ത സ്ത്രീകളുടെ സാരി എടുത്ത് തുമ്പി പിടിച്ച് നടക്കുക, അടുക്കളയിൽ കയറി കറങ്ങി നടത്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നത് രുചിച്ചു തൊട്ട് നോക്കിക്കൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെ നടക്കുന്ന വേറും കുട്ടിത്തം മാറാത്ത ഒരു സംഭവമായിട്ട് അവിടെ വന്നു. ഈ 7ാമത്തെ ദിവസം ഞാൻ അവിടെ ഇറങ്ങുമ്പോഴും അവരുടെ പരാതി ഞാൻ ദേഷ്യപ്പെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർക്ക് അതിനപ്പുറം വേറെ ഒന്നുമില്ല, ഒരു വളർച്ചയില്ല അവിടെ. അപ്പോൾ ഞാൻ അങ്ങോട്ടൊരു ഇഷ്യൂവിനും പോയില്ല. എൻ്റെ അടുത്ത് വന്നതിനെ ഞാൻ പിന്നെ ആ ഏരിയ മൈൻഡ് ചെയ്യാൻ പോയില്ലെന്നുള്ളൂ. കാരണം എനിക്ക് പറ്റിയ ഒരു ഏരിയയല്ലോ. എനിക്കൊരു എതിരാളിയായിട്ട് തോന്നിയാലല്ലേ എനിക്ക് പിന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പറ്റിയ എതിരാളിയല്ല ഇത്. അതേസമയം അനീഷായിരുന്നു ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എൻ്റെ വേറെ ആകുമായിരുന്നു. അതാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യുള്ളൂ. ഞാൻ ആദ്യം ഒരാളെടുത്ത് കണ്ട് പരിചയമുള്ള ആളാവട്ടെ പരിചയമില്ലാത്ത ആളാവട്ടെ വെറുതെ ഞാൻ ഇടിച്ചു കയറി ബഹളം ഉണ്ടാക്കുന്ന ശീലമില്ല. അതിന് ഷോയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് ആരെങ്കിലും പറഞ്ഞ് നിർബന്ധപൂർവ്വം ചെന്ന് ഇത് ഉടക്കുണ്ടാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ തോന്നിയെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ നോർമലി എനിക്ക് തോന്നത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് എനിക്ക് അനീഷ് എന്നെ നേരിട്ട് ആക്രമിച്ചില്ല, പക്ഷേ മറ്റ് തർക്കങ്ങളിൽ ശക്തമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. കാരണം അഭിനയിക്കുന്നവരോട് പുള്ളിക്ക് ഒരു പുച്ഛം പോലെ തോന്നി ചില സമയത്ത്. അത് ശരത്ത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ അഭിനയിച്ച് തന്നെ ജീവിക്കുന്ന വർഷങ്ങളായിട്ട് അഭിനയം തന്നെ ഞങ്ങൾ പിന്നെ ഒരു വരുമാന മാർഗമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പക്ഷേ ഞങ്ങൾ അഭിനയിക്കുന്നില്ല, നീയാണ് ഇവിടെ വന്നിട്ട് അഭിനയിക്കുന്നത്, അപ്പൊ നീയാണ് ഞങ്ങളെക്കാളും മോശം അഭിനേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മളവിടെ ശക്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു അന്നത്തെ ഒരു ദിവസം. ഞാൻ കുറച്ച് ടൈപ്പ് ഓഫ് ഗെയിമേഴ്സിനെ കുറിച്ച് ചോദിക്കാം. ആരാ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്തേട്ടൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ സംഘം ചേർന്ന് ഗെയിം കളിക്കുന്നത് ആരായിട്ടാ തോന്നിയിട്ടുള്ളത്? അത് ആദ്യം ചെന്നപ്പോൾ തന്നെ 2ാമത്തെ ദിവസം മുതൽ തന്നെ അക്ബറും അപ്പാണിയും കൂടെ ഗ്രൂപ്പായി. ആ ഗ്രൂപ്പ് അവരൊരുമിച്ചാണ് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും. പക്ഷേ എല്ലാം നനഞ്ഞ വടക്കം പോലെ ചീറ്റിപ്പോയെങ്കിലും ചീറ്റിപ്പോയി. എന്നിട്ട് ഒരു ശരത്തിനെ ജയിലിലാക്കിയ ദിവസം അക്ബറിനെ അവിടെ കാണാനും ഇല്ലായിരുന്നു. അപ്പാണി ഉണ്ടെങ്കിലേ അക്ബർ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് എത്തിയത്. ഹോണസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നവരാ ഗിസൽ. അങ്ങനെ തോന്നി ഭയങ്കര സൂപ്പർ. അല്ല, അവരൊരു നല്ല പേഴ്സണാലിറ്റിയാണ് അവർ. അത് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൂടുതൽ ആരുടെ അടുത്തും ഇടപെടാറില്ല. പിന്നെ ഒരാഴ്ചത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് 2 ആഴ്ച ഈ 2nd വീക്കിലും 3rd വീക്കിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് 1 വീക്കിലെ കാര്യം പറഞ്ഞു. അണ്ടർ റേറ്റഡ് ഗെയിമർ ആരാ? അത് ഈ പറഞ്ഞ പേര് തന്നെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു. അവരുടെ പേര് തന്നെ പറയാൻ എനിക്കാണ് കേട്ടു. അൺഡിസേർവിംഗ് ആയിട്ടുള്ള ഗെയിമർ, അതായത് ഓക്കെ അവിടെ പോയിട്ട് ചുമ്മാ വെറുതെ വന്നു എന്ന് പോലെ. അല്ല, അങ്ങനെ ഉള്ള ചിലർ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് അവരെ വെറുതെ മോശക്കാരെ ആക്കണ്ട. അങ്ങനെയുള്ള ഉണ്ടല്ലോ, പ്രേക്ഷകർക്ക് അറിയാം. പാസ് അങ്ങനെ ഉണ്ടല്ലോ. ആദ്യം പോലെ പാസ് ചെയ്തായിരുന്നു ഈ പണി തീർന്നു. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിമർ, അതായത് നിന്നെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതാണ് സാധനം, ഇങ്ങനെയാണ് പരിപാടി, ഇതാണ് പരിപാടി എന്ന് അതായത് നിന്റെ കൺവിൻസ് ചെയ്യാം നിന്നെ. അങ്ങനത്തെ ഒരു ഗെയിമറാണ്. അതിനകത്ത് പലരെയും മാനിപ്പുലേറ്റ് ചെയ്യാം, ഈസി ആയിട്ട് മാനിപ്പുലേറ്റ്. പെൺപിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്യലായിരുന്നു ശരത്തിന്റെ അപ്പാണിയുടെയും പണി. ശൈത്യയെ പിടിച്ചിരുത്തുന്നു, ബിൻസിയെ പിടിച്ചിരുത്തുന്നു, നൂറയും ആദിലയും പിടിച്ചിരുത്തുന്നു, എല്ലാരെയും ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊക്കെ മാനിപ്പുലേറ്റ് ആയി എന്നുള്ളതാണ് അറിയില്ല. ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഗെയിം കളിക്കണവരാണ് ഷാനവാസ്. ഈ ക്യാപ്റ്റൻസി വന്നപ്പോഴും പുള്ളി അടിപൊളിയായിരുന്നു. എല്ലാ കാര്യം ഇപ്പം ശരിക്കും ഞാൻ ആദ്യ ദിവസം മുതൽ തന്നെ മനസ്സിലാക്കി. ആദ്യ ദിവസം മീൻസ് ആദ്യം ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ മുതൽ ഞാനും ഷാനവാസും കൂടെ വളരെ ക്ലോസ് ആയിട്ട് ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അയാളുടെ പിന്നെ ഫാദറിലായിട്ടും ഞങ്ങൾ ഒരു സീരിയൽ 2.5 വർഷം ഒരുമിച്ച് അഭിനയിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ട് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം. ഒരു സീരിയലിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം, ഒരു മാസം ഒരുമിച്ച് കഴിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അതും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സുമാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരാൾ. അപ്പോൾ ആ ഒരു അടുപ്പം അതൊരു ബാധ്യതയോ സാധ്യതയോ ആവാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനോ എന്നെ ദ്രോഹിക്കാനോ അയാൾ ശ്രമിച്ചില്ല. എനിക്കെതിരെ നിന്നിട്ടില്ല, എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു അകലം കീപ്പ് ചെയ്ത് നിന്നു. അപ്പോൾ അപ്പം തന്നെ അയാൾ അതിനകത്ത് ഒരു സ്ട്രാറ്റജി അയാൾ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം നമ്മൾ അറിയാൻ. അപ്പോൾ അവിടെ മുതൽ പിന്നെ അനീഷിനെ എല്ലാവരും എതിർത്തപ്പോഴും അപ്പാണിയെടുത്തൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ പിടിച്ചിരുത്തി സംസാരിച്ചാണ്. അനീഷ് നിങ്ങളെ കരുവാക്കിക്കൊണ്ടാണ് കണ്ടന്റ് ഉണ്ടാകുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങൾ ഇരയാക്കപ്പെടുകയാണ്. അതുകൊണ്ട് അപ്പാനി നീ ഒരു കാര്യം ചെയ്യേണ്ടത്, അവനവിടെ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ വേറെ തുടങ്ങും. അപ്പോൾ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അവനെ ചുറ്റിപ്പറ്റി മാത്രം നിന്ന് പോകും.
ബിഗ് ബോസ് അനീഷ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത്. ഫസ്റ്റ് വീക്ക് അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും അത് മാറ്റിയിട്ട് അവനവിടെ തുടങ്ങുമ്പോൾ ഇവിടെ എന്തെങ്കിലും പാട്ട് പാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധ തിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പിന്നെയും ചാടി പോകും. അത് അല്ലാതെ ഈ ശരത് എന്ന് പറയുന്ന ആളിനെ എപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? അനീഷിനെതിരെ വഴക്കിടാനായിട്ട്, അല്ലെങ്കിൽ അക്ബറിന്റെ ചെവിയിൽ കുശിക്കാനായിട്ട്. ഇത് രണ്ടും അല്ലാതെ. ഷാനവാസിനെതിരെ പക്ഷെ അക്ബർ പറഞ്ഞില്ലേ രുദ്രനൊക്കെ അങ്ങ് സീരിയലില്. ഷാനവാസ് പിന്നെ കയറി വന്നപ്പോഴത്തേക്ക് ശരത് അക്ബറും കൂടെ പിന്നെ ഷാനവാസിനെ കോണ്ടർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഷാനവാസ് പിന്നെ അത് അനീഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അനീഷിനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കി അനീഷിന്റെ റൂട്ട് വേറെയാണ്. അനീഷ് എന്നെ നമ്മൾ എതിർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അനീഷിനാണ് പ്രൊമോഷൻ കൂടുതൽ കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വിടുക എന്ന് മാത്രമല്ല, വഴക്കിന്റെ സമയത്ത് കയറി ഇടപെടുന്നില്ല. പിടിച്ച് ഫ്രീ ആയിരിക്കും. അയാൾ ചുമ്മാ നടക്കുന്ന സമയത്ത് പിടിച്ചിരുത്തി അയാൾ എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ച് പിടിച്ച് കുറച്ച് ഒരു 2 മിനിറ്റ് ഒക്കെ നിൽക്കും. അത് കഴിഞ്ഞ് പുള്ളി പോകും. കാരണം പുള്ളി കാരണം എനിക്ക് സ്പേസ് കിട്ടരുതെന്നാണ് പുള്ളിയുടെ ചിന്ത. പുള്ളി ഭയങ്കര പ്ലാനായിട്ടും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്നുള്ള തരത്തിലാണ്. അപ്പൊ പുള്ളി ആർക്കും സ്പേസ് കൊടുക്കുകയില്ല. പുള്ളി മറ്റുള്ളവർക്കുള്ള സ്പേസ് കൊണ്ട് സ്പേസ് തനിക്ക് കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ അയാളെ കൃത്യമായിട്ട് ഡീൽ ചെയ്ത് ഷാനവാസാണ്. പറയാനുള്ളത് ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ കൂടെ നിർത്തി കൊണ്ടുപോകാം. ടൈം പാസ് ഗെയിമർ, ഞാൻ ചുമ്മാ ഗെയിം കളിക്കാൻ വന്നു. ചുമ്മാ എല്ലായിടത്തും കയറി ഈ പുള്ളിക്ക് ഇച്ചിരി ഒരു ശ്രൈണത ഉള്ളതുകൊണ്ട് ഈ സ്ത്രീകളുടെ ഇടയ്ക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ പിന്നെ മേയാനുള്ളൊരു അവസരമുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ പോകാനും ഇടപെടാനും ഒക്കെ. അപ്പൊ അങ്ങോട്ട് അവിടെ കയറി ഇവിടെ കയറി അവിടെ കയറി. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ കട്ടിൽ ഇരിക്കത്തില്ല, അല്ലെങ്കിൽ കട്ടിൽ കിടക്കത്തില്ല. ഇത് അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നുള്ളതിനപ്പുറം അവനകത്തൊരു സീരിയസ്നെസ്സോടുകൂടി ഇരിക്കുന്ന ആളല്ല. ഇമോഷണൽ ഗെയിമർ അത് അനുഭവല്ലേ. ചുമ്മാ എന്തെങ്കിലും ഉടനെ തന്നെ പോയി കരയുക. എനിക്കൊരു ക്യാമറ കിട്ടിയാ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. അത് രേണു സുധി ഇടയ്ക്കിടയ്ക്ക് ക്യാമറയോടാണ് സംവദിക്കുന്നത്. വേറെ കാര്യങ്ങൾ ബാക്കി മനുഷ്യരോടൊന്നും. എവിടെ കട്ടിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കട്ടിലിൽ കിടക്കുക. ഇടയ്ക്ക് എപ്പോഴാണ് ഈ ക്യാമറയുടെ മുമ്പിൽ പോയി എന്ന് പറയുന്നത് നമുക്കറിയുന്നില്ല. പക്ഷെ നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് ക്യാമറയോട് ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. അത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. വേറെ ആരും സംസാരിക്കുന്നത് വല്ലപ്പോഴും എന്തെങ്കിലും കുശു എന്തോ ഉണ്ടാവും. അല്ലെങ്കിൽ ഒറ്റ ഫുൾ ടൈം അവിടെ കിടപ്പാ, കഴിക്കാൻ മാത്രം എഴുന്നേറ്റ്. എനിക്ക് ചെറിയ കുത്തിത്തിരിപ്പിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട്, അത് മാത്രമാണ് എന്റെ പ്രശ്നം. അനു അത്തരത്തിലൊരാളാണ്. അനു കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ട്. അവിടെ കുറേശ്ശെ എല്ലാവരും ഒക്കെ എടുത്ത് തുടങ്ങിയിരുന്നു കുത്തിത്തിരിപ്പ്. ഈ ആദ്യത്തെ ആഴ്ച ആരും കുത്തിത്തിരിപ്പ് അങ്ങനെയുള്ള ഈ നെഗറ്റീവ് വശങ്ങളൊന്നും ആദ്യത്തെ ആഴ്ച ഒന്നും വന്നില്ല. എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെട്ട് കാര്യങ്ങളിലേക്കൊന്നും ഇടപെടേക്ക് വരികയല്ലേ ഉള്ളൂ. അന്നൊന്നും വന്നില്ല. ഈ സെക്കൻഡ് തേർഡ് വീക്ക് ഒക്കെ ആയപ്പോഴാണ് ഇതെല്ലാം നമ്മൾ പുറത്ത് കണ്ടു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ നിങ്ങളെ പോലെ ഞാനും പുറത്തിരുന്ന് കാണുന്നല്ലേ ഉള്ളൂ. മുതലെടുക്കാണോ സജി? മുതലെടുക്കാൻ ശ്രമിച്ചവരാണ്. ബിന്നി ആണോ ഒനിയിലാണോ അതിന് പറയാൻ പറ്റിയത്? മുതലെടുക്കുകയാണോ? അതങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പറയാം ഒരാളുടെ പേര് പറയാം. ബിന്നി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഗെയിം നല്ലോണം മനസ്സിലാക്കുന്ന ആളുണ്ട്. പക്ഷെ പലർക്കും ബിന്നിയുടെ ഗെയിം സ്ട്രാറ്റജിനോട് ആർക്കും വലിയ താല്പര്യമില്ല. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ബിന്നി അങ്ങനൊരു ഗെയിം മനസ്സിലാക്കി കളിക്കാന്നുള്ളതല്ല, അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നേ ഉള്ളൂ. അല്ല ബിന്നി ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിനിടയിൽ ഞാൻ ഈ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പോയിന്റ് ചെയ്യും എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരുടെ ഒരു ബുദ്ധിയും ചിന്തയും വച്ചിട്ട് ചില കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കണം എന്നുള്ളൊരു സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആണുങ്ങൾ വലിയ ബഹളം നടക്കുന്നതിനിടയിൽ പോലും ബിന്നി ഒരു സ്പേസ് കണ്ടെത്തി അത് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് പോയിന്റും ആയിരിക്കും. ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കാണും, മാറ്റർ കാണും. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് നോട്ടബിളാണ്. പക്ഷെ അതുകൊണ്ട് അവർ നല്ല ഗെയിമറാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അവരുടേതായ സ്പേസ് അവർ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട് ഒരു സ്ഥലത്ത്. ഒഴിവാക്കപ്പെടുന്നില്ല. അത് നമുക്ക് കാണുമ്പോൾ മനസ്സില്ല. മറ്റു സ്ത്രീകളെ പോലെ ഒഴിവാക്കപ്പെടുന്നില്ല. വിക്ടിം കാർഡ് ആരാ കുറച്ചുകൂടെ? വിക്ടിം കാർഡ് ഇറക്കുന്ന ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെയാണ്. രേണുവും അനുവും ഒക്കെ അതിന്റെ വക്താക്കളാണ്. അവർ രണ്ടുപേരും അങ്ങനെ ചെയ്തതായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൂ. വിക്ടിം കാർഡ് വേറെ ആരും അത്തരത്തില് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ കൈൻഡ് ഓഫ് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്തിനാ വന്നേന്ന് അറിയില്ല. എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ കൃത്യമായിട്ട് പറയാൻ ശരത്തിനെ അങ്ങനെ പറയാം. എന്തിനു വേണ്ടി തിളക്കുകയാണ്? പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല ശരത്ത്. അവിടെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു ഗെയിമറാണ് ശരത്. മറ്റുള്ളവർ അക്ബറുമായിട്ട് കൂടിച്ചേർന്ന് ചില ചാട്ടങ്ങളും ബഹളം നടത്തുകയല്ലാതെ
എൻ്റേതാ ഞാൻ കൊടുത്തൊരു സാധനം എന്താണ്, എൻ്റെ ഒരു സിഗ്നേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വീക്കിൽ എനിക്കൊന്നും കാണാൻ കഴിയില്ല. സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ അജിനൊക്കെ പറഞ്ഞു എൻ്റെ ആ കത്ത് ആണ് ഉള്ളതായിട്ട്, അതെൻ്റെ ഒരു സിഗ്നേച്ചറാണ്, രഞ്ജിത്ത് എഴുതിയെന്നുള്ള രീതിയിൽ. അതിനു മുമ്പ് പൂമ്പാറ്റ എന്നുള്ള പേരിട്ടത്, അപ്പോൾ ഓമന പേരിടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഓരോ മോശം പേരിട്ടപ്പോഴും ഞാൻ പൂമ്പാറ്റ എന്നൊരു പേരിട്ടപ്പോൾ അതും ശ്രദ്ധിച്ച് പറഞ്ഞു. ഈ രണ്ട് അതും എൻ്റെ സിഗ്നേച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഞാൻ സിഗ്നേച്ചറാക്കിയ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൊതിച്ചൊരു 3-4 സംഭവങ്ങളെങ്കിലും അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് പുറത്ത് വന്നില്ല പലതും എന്നുള്ളത്. അപ്പം അതുപോലെ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയാനായിട്ട് ശരത്ത് എന്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇത്രയും ദിവസം, ഈ 7 ദിവസത്തിനുള്ളിൽ. അതിനുശേഷം ഒക്കെ സംഭവിച്ചെന്നൊക്കെ എനിക്ക് ഇപ്പൊ കുറച്ച് കഴിഞ്ഞ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ നെഗറ്റീവായിട്ടും പറയുന്നു. അതെന്താ അറിയില്ല. അതല്ല, അതിൽ കൂടുതലൊന്നും പലരും പലതും കൊടുത്തിട്ടില്ല. ഇപ്പൊ അനീഷിന് പറയാം, ഷാനവാസിന് പറയാം, അങ്ങനെ പലരും പലതും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്റ്റാമ്പ് എന്താണ് അവിടെ. ഈ അന്ന് പേര് കൊടുത്ത കാര്യത്തില് ഇപ്പൊ പൂമ്പാറ്റാന്ന് കൊടുത്തു, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പേരായിട്ട് പിന്നെ എല്ലാവരും ഈക്വലി പറഞ്ഞ സാധനം. പക്ഷെ ആ പേരിന്റെ പേരിൽ വേറൊരു രീതിയിൽ അക്ബറും രേണുസുധിയും തമ്മിൽ വിഷയം ഉണ്ടാവുകയും ലാലേട്ടൻ വന്നിട്ടാണ് പിന്നെ അത് രേണു ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ എന്ന് പറയുന്നത്. ശരിക്കും അത്രയ്ക്ക് കൊണ്ടുപോകേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ആ ഒരു അത് ഈ രേണു ബുദ്ധിയില്ലെന്ന് നമ്മൾ പറയുമെങ്കിലും അത് അവരവിടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടാണ് അതിനൊരു വിഷയമാക്കിയത്. അപ്പൊ നമ്മളിപ്പോ അനീഷിന്റെ കാര്യം പറഞ്ഞാൽ അനീഷ് പറയുന്നതിനെല്ലാം അവിടെ ഒരു വിഷയമാക്കേണ്ട കാര്യമാണ് അവിടെ എല്ലാം. ചുമ്മാ എന്നിട്ട് അയാൾ ഒന്നും വിഷയമാക്കേണ്ടാത്ത കാര്യങ്ങളാണെല്ലാം വിഷയമാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തെ രേണു ഉണ്ടാക്കിയത് കൃത്യമായൊരു വിഷയമല്ലേ. ഒരാളിനെ അങ്ങനത്ര മോശപ്പെട്ട ഒരു പേര് വിളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്കത് ലജ്ജിക്കണം. പേരിട്ട ആളിനാണ് ലജ്ജിക്കേണ്ടത്. അയാളുടെ സംസ്കാരമാണ് പുറത്ത് ആളുകൾ മനസ്സിലാക്കുന്നത്. ശരി, പേര് കിട്ടിയ ആളല്ല, പേര് കിട്ടിയ ആളിന് തൻ്റെ അടുത്തോടെ നിൽക്കാം. പേര് കൊടുത്ത ആളിനാണ് പിന്നെ ലജ്ജ തോന്നുന്നത്. കാരണം അയാൾ തന്നെ പറഞ്ഞു, പിന്നെ പോയി സോറി പറഞ്ഞു എന്ന് പറഞ്ഞു. അയാൾ പിന്നെ പോയി സോറി പറഞ്ഞു. അപ്പൊ അയാൾ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഒട്ടും ശരിയായില്ല, നായകൻ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. അത്ര മ്ലേച്ഛമായ പേര്. നമ്മൾ ഓമന പേര്, എല്ലാവർക്കും ഒരു ഓമന പേര് ഇടുക എന്നാണ് അതിനകത്തുണ്ടായിരുന്നത്. ഓമന പേരെന്ന് പറയാൻ നമ്മൾ വിളിക്കണം. അജിനെ കുട്ടൂസ എന്നൊരു പേരിട്ട, എടാ കുട്ടൂസ എന്ന് നമ്മൾ വിളിക്കണം. വിളിക്കാൻ പറ്റാത്തൊരു പേരിട്ടിട്ട് അതിനെ അങ്ങനെ ഓമന പേരാക്കാൻ പറ്റും. ഈ ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്തേട്ടൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പലരും വലിയ രീതിയിൽ എപ്പോഴും എല്ലാ ബിഗ് ബോസ് ഇതിലും ചർച്ചയാക്കാറുള്ളതാ. ഈ സ്വയം ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എങ്ങനെയാ ശരിക്കും ഞാൻ എന്നെ കണക്കാക്കിയതോ? ശരിക്കും ബിഗ് ബോസിൽ കൊടുക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ എനിക്കുണ്ട്. ഇപ്പം ഈ മൈൻഡ് ഗെയിം എന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും മൗത്ത് ഗെയിമാണ് അവിടെ നടക്കുന്നത്. വേറെ എണ്ണാക്കി വയ്ക്കലും ബഹളമാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. മൈൻഡ് ഗെയിമിലേക്ക് പ്ലേ എത്തിയത് ഒരു സെക്കൻഡ് വീക്കിന്റെ എൻഡിലോ തേർഡ് വീക്കിലോ ഒക്കെയാണ്. തേർഡ് വീക്കിലൊക്കെ അത് മൈൻഡ് ഗെയിമിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ ആദ്യം മൈൻഡ് ഗെയിം ആയിട്ടില്ല. ആ മൈൻഡ് ഗെയിം വരുമ്പോഴോ ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ടി വരുമ്പോഴോ ആണ് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് ഫിസിക്കലി ആര്യനുമായിട്ട് എനിക്ക് കുസ്തി പിടിച്ചാൽ, ആന്റിനോ ഷാനവാസുമായിട്ട് കുസ്തി പിടിച്ചാൽ ഞാൻ ചിലപ്പോൾ അവിടെ എത്തത്തില്ല, ഞാനെന്നല്ല പലരും എത്തത്തില്ല. പക്ഷേ ബുദ്ധിപരമായിട്ടുള്ള കാര്യം, ഇപ്പം ഷാനവാസിന് തന്നെ, ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. ക്യാപ്റ്റൻസി ടാസ്കിൽ മറ്റേ ഒരു പാവയെ അടിച്ചു വേണം, കണ്ണ് കെട്ടിയിരിക്കുകയാണ്, ഇത് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒരു റൗണ്ട് കറങ്ങി കഴിയുമ്പോൾ ഇയാൾക്ക് എങ്ങനെ മനസ്സിലാവും ഞാൻ എൻ്റെ പാവയുടെ മുന്നിലാണ് എത്തുന്നതെന്ന്? ഞാൻ ഷാനവാസിൻ്റെ അടുത്ത് ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തത്, ഷാനവാസുമായിട്ട് എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളിവിടെ എന്നാൽ സൈലൻ്റ് ആയിട്ട് നിൽക്കത്തില്ല, ഞങ്ങൾ ബഹളം വയ്ക്കും, ശബ്ദം കേൾക്കാം. അയാളുടെ പാവ ആ സൈഡിൽ, ഇവിടെ ബിന്നിയുടെ പാവ, അവിടെ അഭിലാഷിൻ്റെ പാവ. ഞാൻ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, നിങ്ങളിത് കറങ്ങി വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഇയറിൻ്റെ ഇടത് ചെവിയുടെ അടുത്ത് ഞങ്ങളുടെ ശബ്ദം കേട്ടാൽ ധൈര്യമായിട്ട് അടിച്ചു, അവിടെ ആയിരിക്കും നമ്മുടെ ഭാവം. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടാണെന്നറിയില്ല, എനിക്ക് ഞാനായിരുന്നെങ്കിൽ അങ്ങനെയാണ് ഒരു ബുദ്ധി പ്രയോഗിക്കുക. ഞാനത് പറഞ്ഞു, ഷാനവാസ് കൃത്യം അതിനകത്ത് അടിച്ചു. അതിനു മുമ്പ് അഭിലാഷ് അടിച്ചു അതിനകത്ത്. അപ്പോൾ അഭിലാഷിന് ആ സാധനം കിട്ടിയില്ല. അഭിലാഷ് ചിന്തിച്ച് എൻ്റെ ബാക്കിലാണ് ഇവരിരുന്ന് സംസാരിക്കുന്നുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ സൈഡിൽ വരുമ്പോൾ അടിക്കത്തില്ലായിരുന്നു. അഭിലാഷിൻ്റെ നേരെ ബാക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഷാനവാസിൻ്റെ സൈഡിലാണ്, ഈ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഭിലാഷ് അതിനകത്തൊരു അടി അടിച്ചു, അത് താഴെ വീണില്ല. പക്ഷേ ഷാനവാസ് അല്ല അഭിലാഷ്, ഷാനവാസ് ഒന്ന് കൃത്യമായിട്ട് അതിനകത്ത് തന്നെ അടിച്ചു, അത് താഴെ വീണു. അപ്പം അതാണ് നമ്മൾ ബുദ്ധി പ്രയോഗിച്ച് ചെയ്യേണ്ട ഗെയിമുകൾ. അപ്പോൾ അതുപോലുള്ളൊരു അവസരങ്ങൾ വരുന്നതിന് മുമ്പേ പെട്ടിയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഈ അവിടെ സൗഹൃദത്തിന് എത്രത്തോളം പ്രാധാന്യം? സൗഹൃദത്തിന് ഒരു പ്രാധാന്യമില്ല. സൗഹൃദമൊക്കെ വെറും കള്ളത്തരങ്ങളാണ് അവിടെ. പിന്നെ ജെന്യൂനായിട്ട് ഉണ്ടാകുന്ന സാധ്യതകൾ ഇല്ല എന്നല്ല, സൗഹൃദങ്ങൾ കാരണം ഒരേ വൈബുള്ളവർ. ഇപ്പോൾ അക്ബറും ശരത്തും തമ്മിൽ സൗഹൃദത്തിലാണ് നിൽക്കുന്നത്. അത്
എത്രമാത്രം സൗഹൃദമാണ്, എത്രമാത്രം അതിനകത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു യാത്രയ്ക്കുള്ള ഒരു ഒരു ഗുണകരമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ പ്യുവർ സൗഹൃദങ്ങൾ ഉണ്ടാവാം മത്സരത്തിനപ്പുറം. അത് ഞാൻ പലപ്പോഴും പറയും, നമ്മൾ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അനുമോളും ശൈത്യൻ വലിയ രീതിയിൽ സൗഹൃദത്തിലായിരുന്നു. പിന്നെ രണ്ടും കള്ളികളാണെന്ന് പിന്നെ മനസ്സിലായില്ലേ? മഹാകള്ളികളാണ്. ആണുങ്ങളെ മൊത്തം മൊണ്ണകളാണ് എന്നുള്ളൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് ശരിക്കും ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോഴാണ് ഹൗസിന്റെ ഉള്ളിലെ പലരും ഇതറിയുന്നത്. എല്ലാരും ജിസൈലിന്റെ പാവാട പിടിച്ച് നടക്കുന്നവരാണെന്ന് പറഞ്ഞു. ശരിക്കും ഇതിനോടൊക്കെ എങ്ങനെ? അനുവിന്റെ ഒരു കുശുമ്പ് കാണും, അനുവിന്റെ പുറകെ ആരും പോകാത്തതുകൊണ്ട് അതിനുള്ള കുശുമ്പ് കാണും. കാരണം ഗിസേൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞില്ലേ, നമ്മൾ ഗിസേൽ ഒരു മോഡലാണ്. ഒരു മോഡൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതി അവരെ അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ലാംഗ്വേജ് അവർക്കറിയാത്തതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ ഒരു കൗതുകം കുറച്ച് അതിനകത്ത് കിടക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അവരുമായിട്ടൊരു ഒരു കോമഡി കോംബോ വർക്കൗട്ട് ചെയ്തതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മലയാളം അറിഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാനൊരു ഗുണ്ടിയാണ്, ഞാനൊരു ഗുണ്ടി എന്ന് പറഞ്ഞാട് പറഞ്ഞു കൊടുത്ത് ഞാൻ അവരവിടെ നിന്ന് പറഞ്ഞു ശരത്ത് ഗുണ്ടയാണ്. ശരത്ത് ഗുണ്ടയാണ്. ഞാൻ പറഞ്ഞു ശരത്ത് ഗുണ്ടയാണ്, നീ ഗുണ്ടിയാണ് എങ്കിലല്ലേ പിടിച്ചിരിക്കാൻ പറ്റൂ. അത് ഞാൻ ഗുണ്ടിയാണ് അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് മലയാളത്തില്ല, റൗഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കറക്റ്റ് ചെയ്ത് റൗഡിയാണെന്നാക്കി. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് സംഭവം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഭാഗത്ത് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അറിയുന്നില്ല. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു. പിന്നെ ആശ്ലേഷിക്കുക, ഹഗ് ചെയ്യുക എന്നുള്ളതിന് മലയാളത്തിലൊരു നല്ല ഭാഷ, ആലിംഗനം ചെയ്യുക, ആശ്ലേഷിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ആശ്ലേഷിക്കുക എന്നുള്ള വാക്ക് മലയാളികൾക്ക് തന്നെ പലർക്കും അറിയില്ല. അപ്പോൾ അവർക്ക് തീരെ അറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ ഒന്ന് ആശ്ലേഷിച്ചോട്ടെ. അവർക്ക് അപ്പോൾ ആശ്ലേഷിക്കുക, രഞ്ജിത്ത് ജി പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ ഹഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. അപ്പം എപ്പോൾ കണ്ടാലും പിന്നെ വരൂ നമുക്കൊന്ന് ആശ്ലേഷിക്കാം, ആശ്ലേഷിക്കാമെന്ന് പറഞ്ഞ് പുറകിട്ട് ഓടിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു കോമഡി കോംബോ വർക്കൗട്ട് ചെയ്തു. ഇതിനിടയിൽ വേറെ ഓരോരുത്തർ ഇടയ്ക്ക് ചില ബഹളം, അപ്പോൾ നെവിനായാലും അനിയിലായാലും ഒക്കെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നത്. ഈ ടോപ്പ് 5 ആരെത്തും പ്രതീക്ഷ? 5 പേര് വരും. അതെനിക്ക് സംശയമൊന്നുമില്ല, 5 പേര് വരും തീർച്ചയായിട്ടും. അതാരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജിസൈലിലാണെങ്കിൽ തന്നെ ജിസൈലിൽ മേക്കപ്പ് എന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് യൂസ്ഡ് ആകുമ്പോൾ അതിനോട് ഭയങ്കര അതില്ലാണ്ട് നമുക്ക് പറ്റില്ല എന്ന് വരും. ഇപ്പോൾ മേക്കപ്പിന്റെ കാര്യം വരുമ്പോൾ ജിസൈൽ റൂൾസ് എത്തിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോൾ ജിസൈൽ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ആളുകൾ ആരും ഒരു വിഭാഗം ആളുകളൊന്നും പറയുന്നില്ല എന്ന് അനുമോള് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അതിനോടൊക്കെ രഞ്ജിത്തിന് അഭിപ്രായമുണ്ട്? അല്ല, റൂൾസ് തെറ്റിക്കുന്നത് ജിസൈൽ മാത്രമല്ല, റൂൾസ് അവിടെ എല്ലാവരും വേറെ മിക്കവാറും എല്ലാവരും തെറ്റിക്കുന്നുണ്ട്. ഇപ്പൊ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ മണ്ടന്മാരാണ് അവിടെ. റൂൾസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുന്നവർ തന്നെയാണ് അവിടെ മിടുക്കന്മാരാണ്. കാരണം ഈ ഒരു കോയിൻ, റെഡ് കോയിനും ബ്ലാക്ക് സ്റ്റോൺ എടുക്കുന്ന ഒരു ടാസ്ക് ആദ്യം വെച്ചപ്പോഴത്തേന് ആദ്യം ബസറടിച്ചു, രണ്ടാമത്തെ ബസറടിച്ചപ്പോൾ ആര്യൻ ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ കൈ പോലും അതിനകത്ത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സെക്കൻഡ് ബസറടിച്ചപ്പോൾ ഞാൻ കൈ അവിടെ നിന്ന് മാറി, ബാക്കിലോട്ട് മാറി. ആ സെക്കൻഡ് ബസറിന് ശേഷം കൈയിട്ട് വാരിയവരാണ് വിന്നിയും ഗിസലും മറ്റുള്ളവരെല്ലാം. അപ്പം അവരും എടുക്കരായി മാറിയെന്ന് എനിക്ക് എന്തായാലും അവരെക്കാൾ ആരോഗ്യം എനിക്കുണ്ട്. ഞാൻ ബലം പിടിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഒരു കോയിനെങ്കിലും കിട്ടുമായിരുന്നു. അപ്പോൾ വിദഗ്ധമായി തെറ്റിക്കണം. അത് വിദഗ്ധമൊന്നുമല്ല, അവര് ബോസ് പിന്നെ അത് തിരിച്ചിടൂ എന്ന് പറഞ്ഞാൽ അങ്ങ് തിരിച്ചിട്ടാൽ മതില്ല, പ്രശ്നം തീർന്നില്ല, തൂക്കി കൊല്ലത്തൊന്നുമില്ല. അതൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചു. നമ്മൾ ഒരു ബസറടിച്ച് തീർന്നെന്ന് പറഞ്ഞാൽ നിർത്തണമെന്നാണ് നമ്മുടെ ശീലം, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ മാറി. അപ്പൊ അങ്ങനെ തെറ്റിക്കുന്നവരാണ് കൂടുതൽ പേരും തെറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഈ മേക്കപ്പിന്റെ കാര്യത്തിൽ അവര് മേക്കപ്പിന്റെ കാര്യത്തിലല്ലോ, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തില്ല, അല്ല വേറെ ഈ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന തരത്തിലുള്ള റൂൾസ് തെറ്റിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ കണ്ണടച്ചായിരിക്കും. ഈ ടോപ്പ് 5 ആര് വരുന്ന പ്രഡിക്ഷൻ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, അത് ചിലർക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടില്ല. ഒരു 10 പേരെങ്കിലും ഫൈനൽ 5 വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായി. 10 പേര് കണ്ടന്ററായിട്ട് വരണം. അല്ല, അത് വിട്ടെ. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ 5 പേര് ആരൊക്കെയാണെന്ന് ഞാനെന്തിനാ വെറുതെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്? മറ്റുള്ളവർ 5 പേരെ ടോപ്പ് 5ലേക്ക് വിടാൻ പോയ ആളല്ലല്ലോ ഞാനും കൂടെ പോകാനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞ ആരും അങ്ങനെ പോകണ്ടെന്നുള്ളതാണ് എൻ്റെ. ഈ വീക്കിൽ ആരും പുറത്ത് അതിന്റെ റെഗുലറായിട്ട് കാണാറുണ്ട്? അത് കാണാറൊക്കെ ഉണ്ട്. റെഗുലറായിട്ട് കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, കാണാൻ എനിക്കൊരു താല്പര്യം തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം ഓരോന്ന് കാണുമ്പോൾ ഈ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ് തോന്നുന്നത്. അത് നമ്മൾക്ക് പിന്നെ ഏത് ടാസ്കിലുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല. എനിക്ക് സെക്കൻഡ് വീക്ക് ലൈഫ് സ്റ്റോറി, പിന്നെ ഓരോരുത്തർക്കും ഓരോ പെർഫോമൻസിന്റെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആ 2 സാധനം
അത് നമുക്ക് മാത്രമുള്ള സ്പേസ് ആണ്, നമുക്ക് തരുന്നതാണ്, വേറെ ആരും ഇന്റർഫിയർ ചെയ്യില്ല അവിടെ. നമ്മൾ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ബാക്കി ഉള്ളവർ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ സ്പേസ് ആണ്, എന്നെ കൃത്യമായിട്ട് ആളുകൾ കാണുന്ന സ്ഥലമാണ്. ഇവിടെ എനിക്ക് കൃത്യമായിട്ട് എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെർഫോമൻസ്, ഓരോരുത്തർ പാടി എന്തൊക്കെ ഡാൻസ് കളിച്ച് എന്തൊക്കെ പരിപാടികൾ, എൻ്റെ കയ്യിൽ എനിക്ക് മനോഹരമായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. ആ 2 സാധനം കൂടെ കിട്ടിയാൽ മതിയായിരുന്നു, എന്നെ ഏറെക്കുറെ കുറച്ച് ആളുകൾ മനസ്സിലാക്കുമായിരുന്നു. അത്ര ഒരു സെക്കൻഡ് വീക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് 3rd വീക്ക് കാണണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. അത് പിന്നെ വേണമെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ പിന്നെ ഇതെല്ലാം കാണുന്നുണ്ട്, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് വെറുതെ അടിക്കാം. ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഭയങ്കര കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അത് നേരത്തെ പ്ലാൻ തെറ്റിയെന്നോ എനിക്ക് പാളിപ്പോയെന്നോ ഉള്ള ചിന്ത കൊണ്ടല്ല. പക്ഷേ ഇനി മറ്റുള്ളവരുടെ മേളിലേക്ക് എത്തണമെങ്കിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളും കൂടെ ഞാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് വെച്ചിട്ട് കൃത്യമായൊരു പ്ലാനോട് കൂടി തന്നെ ഞാൻ അവിടെ പോകുള്ളൂ. ഞാൻ ചിലരെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ അവർ ചവിട്ടി തന്നെ മേളിലോട്ട് കയറും. അങ്ങനെ ഒരു പ്ലാനാണ് അത്. അതിനകത്ത് നിന്നപ്പോഴും അതിനകത്ത് ഈ ഫസ്റ്റ് വീക്ക് ഒരിക്കലും എൻ്റെ ചിന്തയിലുള്ള കാര്യമല്ല ഞാൻ വരുമെന്നുള്ളത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ഫസ്റ്റ് വീക്കിൽ ഇവരെന്നെ പുറത്താകാൻ സാധ്യത ഉണ്ടെന്ന് ഒരു സൂചന മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അല്ല. നമ്മൾ ഈ പട്ടി മുയലിനിട്ട് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ? മുയലിന് പട്ടിയുടെ അത്ര സ്പീഡ് ഓടാൻ കഴിയില്ല. പട്ടി മുയലിനിട്ട് ഓടിച്ചാൽ മുയലിനെ പിടിക്കാനും പറ്റത്തില്ല പട്ടിക്ക്. കാരണം മുയലിനെ സംബന്ധിച്ചിടത്തോളം അത് ജീവൻ മരണ പോരാട്ടമാണ്. പട്ടിക്ക് കിട്ടിയില്ലേ കുഴപ്പമില്ല, തമാശ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ജീവൻ മരണ പോരാട്ടം തന്നെ നമ്മൾ നടത്തിയത്. ശരിക്കും പറയാല്ലേ, ഇപ്പോൾ ഗെയിമിലേക്ക് പലർക്കും ചില സൂപ്പർ പവർ തരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഗെയിമിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അക്ബറിനൊക്കെ കിട്ടിയ പോലത്തെ വിത്തൗട്ട് നോമിനേഷൻ പവർ. പക്ഷെ അങ്ങനെ ഒരു പവർ കിട്ടാണ് ഒരാളെ നിങ്ങൾക്ക് പുറത്താക്കാം. ഇപ്പൊ ഇന്നലത്തെ ഒരു ടാസ്ക് ഒക്കെ പോലെ തന്നെ ശരിക്കും അങ്ങനെ ഒരു പവർ കിട്ടി ആരെങ്കിലും പുറത്താക്കും? അതോ അവിടെ നോ ആൻസർ? ബിഗ് ബോസിനെ പുറത്താക്കില്ല. അങ്ങനെ ഒരു പവർ കിട്ടിയാൽ ആരെയാണ് പുറത്താക്കേണ്ടത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഞാൻ എന്താണ് പൂവഞ്ഞുള്ളി പുറത്തെന്ന് പറഞ്ഞൊരു ടാസ്ക് വന്നപ്പോഴത്തേക്ക് അതിനെ ശരിക്കും പൊളിക്കാനുള്ള അതിനകത്ത് ലൂപ്പ് ഹോൾസ് കണ്ടെത്തി ഷാനവാസുമായിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു കൊടുത്തത് ഞാനാണ്. അത് അവിടെ നിന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു, നിങ്ങൾ ലൂപ്പ് ഹോൾസ് കണ്ടെത്താൻ മിടുക്കരാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. അപ്പോൾ പൂവഞ്ഞുള്ളി പുറത്തെന്നുള്ളൊരു ടാസ്ക് കാരണം രണ്ടാമത്തെ ദിവസം ചെന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇങ്ങനെ ടാസ്ക് വരുന്നത്. രണ്ടാമത്തെ ദിവസം ഒരാളിനെ കട്ടിലോടുകൂടി പുറത്താക്കി പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അതൊരു മത്സരമല്ലല്ലോ. മത്സരിച്ച് ജയിപ്പിക്കുക, അല്ലാതെ ഒരാളിനെ ഔട്ടാക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കുന്ന സോഫ എടുത്ത് പുറത്താക്കും, അല്ലാതെ ഒരു വ്യക്തിയെ പുറത്താക്കത്തില്ല. അവരുമായിട്ട് മത്സരിച്ച് നമ്മൾ പിന്നെ അങ്ങനല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ എങ്ങനെയെങ്കിലും ജയിക്കാനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നടന്നു വന്ന വഴിക്ക് കാല് തട്ടിയിട്ട് എല്ലാവരും? പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയുള്ളവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഞാനാവാനല്ലേ പറ്റുള്ളൂ. രഞ്ജിത്തായിട്ടല്ലേ ഞാൻ അവിടെ പോയത്, ഞാൻ അനീഷായിട്ടോ ഷാനവാസായിട്ടല്ലല്ലോ പോയത്. എൻ്റെ പോളിസി ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തോറ്റുപോയേക്കാം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരാൾ മത്സരിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ട മത്സരത്തിന് തയ്യാറാണെങ്കിൽ നമ്മൾ PT ഉഷയോടൊപ്പം ഓടുക, അല്ലാതെ ഒരു കാല് വയ്യാത്ത ഒരാളിനോടൊപ്പം ഓടി നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അഭിനയിക്കാനാണെങ്കിൽ മമ്മൂട്ടിയോടോ തിലകനോടൊപ്പം അഭിനയിച്ച് നമ്മൾ മത്സരിക്കുക, എന്നിട്ട് അവരോടൊപ്പം അഭിനയിക്കുക, അല്ലാതെ ഒരു പുതുമുഖത്തോടെ അഭിനയിച്ചിട്ട് നമ്മൾ വലിയ താരമായെന്ന് പറയാം. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. ശരിക്കും ഇതിലൊരു PR-ന്റെ ഒരു ഭയങ്കര ഹോൾഡ് മനസ്സിലായി കാണുമല്ലോ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എത്രത്തോളം ഇമ്പാക്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നു, ഈ വോട്ട് കിട്ടുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ. ശരിക്കും PR പെർസ്പെക്റ്റീവിൽ ശരിക്കും എങ്ങനെ ചിന്തിക്കുന്നത്? PR പെർസ്പെക്റ്റീവ് ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ ഒരു കഴിവില്ല, അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിലോട് വിശ്വാസം അർപ്പിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടേ PR വർക്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെ PR എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഭയങ്കര ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രമാത്രം പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യണം. ചെയ്താൽ കുറച്ച് ബൂസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് 100 പേരെടുത്ത് എത്തുന്നത് ചിലപ്പോൾ 200 പേരിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചല്ല, ഞാൻ പ്ലാൻ ചെയ്തത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ കുറേ ആളുകൾ ഏറ്റെടുത്തോളും. പിന്നെ ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എല്ലായിടത്തും. പുറത്തിറങ്ങിയപ്പോൾ ഈ ചിലർക്ക് കിട്ടുന്ന ഒരു ഫാൻബിസം അല്ലെങ്കിൽ ആ ചർച്ചകളൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങിയില്ല, ഞാൻ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി ഒരു പുറത്തിറങ്ങി ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ഇൻ്റർവ്യൂ എങ്കിലും കൊടുക്കുന്നത്. ഞാൻ ആരുമായിട്ടും എയർപോർട്ടിലോ എങ്ങും വന്ന് ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ഞാൻ അങ്ങനെ ഒരു ബഹളത്തിനിടയിൽ പോകുന്ന ആളല്ലാത്തതുകൊണ്ട് ഞാൻ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തില്ല. ഞാൻ കൂടുതൽ ഇപ്പോൾ ആരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഫാൻസ് ഉള്ളതെന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല.
ഞങ്ങളെ ഒരുപാട് വർഷം എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുള്ള ആളാണ്. ശരിക്കും നിജിത് ചേട്ടൻ്റെ വേറൊരു വേർഷൻ ഞങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഈ ചേട്ടൻ ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ള വിഷമമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ പൊളിച്ചിട്ട് വരാനുള്ള ആശംസയാണ് തരുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈം. യാത്ര അവസാനിപ്പിക്കേണ്ടി വരിക എന്നുള്ളത്, ഞാൻ ഈ യാത്ര തുടങ്ങാൻ പോവുകയാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. മുൻഷി തുടങ്ങുന്ന 25 വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമാണ്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമിൽ നിന്ന് 24 മണിക്കൂറും ഷൂട്ട് ചെയ്യപ്പെടുന്ന ബിഗ് ബോസിലേക്ക് എത്താൻ 25 വർഷങ്ങളുടെ ഒരു നീണ്ട കാലയളവുണ്ട്. നമ്മുടെ ക്ഷമയോടുള്ള ഒരു കാത്തിരിപ്പാണത്. അപ്പോൾ അതാണ് തൽക്കാലം ഒന്ന് ബ്രേക്ക് ആയത്. ഇവിടെ നിന്ന് എൻ്റെ മറ്റൊരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയ്ക്ക് നിങ്ങളെല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ. താങ്ക് യു.